ഹായ് കൂട്ടുകാരെ, നമ്മൾ കടകളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കവറുകളിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. പല പല കളറുകളുള്ള കവറുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹരിതകർമ്മസേനയ്ക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നല്ല കവറുകളൊക്കെ നോക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടൊരു സൂത്രം കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റോസ് കളർ കവറും അതുപോലെ തന്നെ ഒരു ഗ്രീനും യെല്ലോയും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറുള്ള കവറും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കവർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു കവറിനകത്തേക്ക് മറ്റൊരു കവർ കയറ്റിയിട്ട് വെക്കുകയാണ്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയെടുത്ത കവർ നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് അമർത്തി ഒന്ന് വലിച്ചതിന് ശേഷം അതിൻ്റെ 2 സൈഡും നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നൂൽക്കമ്പിയാണ്. ഇത് 1 രൂപ 2 രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ബട്ടൺ ഹൗസിലൊക്കെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കവറിനകത്തേക്ക് ഇപ്പോൾ അത് ആ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിയിലോട്ട് നമുക്ക് ഈ ഒരു കമ്പി വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നൂൽക്കമ്പി നല്ല ടൈറ്റായിട്ട് പിരിച്ചെടുത്തതിന് ശേഷം ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തണ്ടിൻ്റെ അത്രയും വലുപ്പത്തിൽ വെട്ടിയെടുക്കണം. ഇനി ചെയ്യേണ്ടത് ആ കവർ നന്നായിട്ടൊന്ന് പൂവിൻ്റെ ഇതൾ പോലെ ഇങ്ങനെ വിടർത്തി എടുക്കണം. അപ്പോൾ വിടർത്തി എടുക്കുന്ന സമയത്ത് പല പല കവറുകളും പൊന്തിയിട്ടും താന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു കത്രിക വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി ഒതുക്കിയിട്ട് നല്ല പാകമായിട്ട് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഭാഗങ്ങളും വെട്ടിയിട്ട് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് എടുക്കാം. പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ ദീർഘനാൾ ഇത് കേടുവരാണ്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമുക്കിത് ഷോക്കേസിലൊക്കെ വെക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ തണ്ടിൻ്റെ ഭാഗം ഒന്ന് ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ടേപ്പ് എടുത്തതിന് ശേഷം അതിലോട്ട് ഫെവിക്കോൾ ഇത്തിരി ആക്കിയിട്ട് നമുക്ക് ഈ ഒരു തണ്ടിൻ്റെ ആ ഒരു ഭാഗമായിട്ടുള്ള ആ ഒരു നൂൽക്കമ്പിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. തണ്ടിൻ്റെ അവസാന ഭാഗത്തും ഇതുപോലെ തന്നെ ഫെവിക്കോൾ തേച്ചതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം കത്രിക വെച്ചിട്ട് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രീൻ ടേപ്പിന് 15-20 രൂപ എങ്ങാണ്ടാണ് കടകളിൽ കിട്ടാറുള്ളത്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗ്രീൻ കളറിലുള്ള കവർ എടുത്തതിന് ശേഷം വെട്ടിയിട്ട് ഇതുപോലെ തന്നെ തണ്ട് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പൂവ് ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു കേടില്ലാണ്ട് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതേപോലെ പല പല കളറുകളിലുള്ള കവർ വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള പൂവുകൾ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ചെയ്യണേ.